നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആചരിച്ചു. നേതാജി ഗ്രന്ഥശാലയും വയനകം VHSSും സംയുക്തമായാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിന ആചരണമാണ് നേതാജി ഗ്രന്ഥശാലയും വയനകം VHSസും സംയുക്തമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയത്. ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. നേതാജി ജന്മദിനാചരണ കമ്മിറ്റി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം NK ബിജു മുഖ്യപ്രഭാഷണം നടത്തി. പക്ഷേ ഞാനൊരു ജനാധിപത്യ രാജ്യത്തിന്റെ ഇന്ത്യയുടെ പ്രസിഡന്റാണ്, പ്രധാനമന്ത്രിയാണ്. ഞാൻ ഏതെങ്കിലും ഒരു മത ആചാരത്തിന്റെ ഭാഗമാവുകയോ ഏതെങ്കിലും ഒരു ആരാധനയിലേക്ക് വരികയോ ചെയ്യുന്നത് ശരിയല്ല. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വരില്ല. അപ്പോൾ ഇവർ നിർബന്ധിക്കും, അങ്ങ് വരണം, ഞങ്ങളുടെ വലിയ ആഗ്രഹം. അപ്പൊ അദ്ദേഹം പറയും, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്, ഞാൻ വരുന്നത് എന്റെ സഹപ്രവർത്തകരോടൊപ്പം വരും. എന്റെ സഹപ്രവർത്തകർ വിവിധ മതസ്ഥരുണ്ടാവും. മുസ്ലിങ്ങളുണ്ടാവും, സിഖുകാരുണ്ടാവും, മറ്റു മതസ്ഥരുണ്ടാവും. അപ്പൊ വിവിധ മതസ്ഥരായ എന്റെ സഹപ്രവർത്തകരോടൊപ്പമായിരിക്കും ഞാൻ വരിക. ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ സൈനിക യൂണിഫോമിലായിരിക്കും. ഞങ്ങൾ ക്ഷേത്രാചാരങ്ങൾ പാലിക്കില്ല. ഇങ്ങനെയാണ് ഈ വ്യവസ്ഥ അംഗീകരിച്ചതിന് ശേഷം അദ്ദേഹം ക്ഷേത്രത്തിൽ ചെന്ന് സംഭാവന സ്വീകരിച്ചതായി പറയുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ നീരജ്, ഗ്രന്ഥശാല പ്രവർത്തകർ വേണാട്ട് ജഗന്നാഥൻ, വിനോദ് VS, ഷാനവാസ് എന്നിവർ പങ്കെടുത്തു. നേതാജിയെ പറ്റി പറയുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ മികച്ച ഒരാളെ നമുക്ക് ലഭിക്കാനില്ല എന്നൊരു ഉത്തമ ബോധ്യം നമ്മൾ ഈ സംഘാടകർക്കുണ്ട്. ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നേതാജിയുടെ ഈ ജന്മദിനം സംസ്കാര തലത്തിലോ മറ്റ് സ്കൂൾ തലത്തിലോ ഒന്നും വേണ്ടത്ര ആചരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പലരും ഇത് ഓർക്കുന്നില്ല എന്നൊരു ദുഃഖം കൂടി ബാക്കിയുണ്ട്. നേതാജിയുടെ സംഘാടകർക്ക് ഇത് ഒരു കർത്തവ്യമായിട്ടും കടമയായിട്ടും കണ്ട് ഇത് നടത്തിയേ പറ്റുള്ളൂ. അതിന് ഏറ്റവും മികച്ച ഒരിടം വയനകം സ്കൂളാണെന്നുള്ള ബോധ്യവും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ഈ യോഗ നടപടികളിലേക്ക് കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.